ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡേ 2 പറടാ മൈസൂർ ടു ബാംഗ്ലൂർ. അതിന് മുന്നേ നമ്മള് ഏതാണ് ലൊക്കേഷൻ പറഞ്ഞത്? നമ്മൾ പോണത് സമ്മർ പാലസ്. ഫസ്റ്റ് നമ്മള് സമ്മർ പാലസിൽ പോയിട്ട് അവിടുന്ന് നേരെ ബാംഗ്ലൂരിലോട്ട്. എല്ലാരും പൂക്കളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അനീസൊക്കെ ഉണ്ടല്ലോ കൂട്ടുകാരായിട്ട് മനുഷ്യന്മാരുണ്ട്. പൂക്കളം സർട്ട് അനീസ് എന്താ പറയല്ലേ പറയൂ. എന്താണ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ ഞാൻ പോണ വഴിക്ക് ഓരോ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പടച്ച് ഇങ്ങനെ പോവാം. നമുക്ക് പാട്ടിട്ട് കളി Turn left after Madu's Tire Care on the left onto St. Rao Road. നമ്മള് സമ്മർ പാലസ് എത്തിട്ടാ നമ്മള് കാർ നിർത്തി ഇറങ്ങാണ്. ഈ കാണാട്ടോ സമ്മർ പാലസിന്റെ കവാടം. നമ്മ ഉള്ളിൽ കാണിച്ച കവാടം ഇതായിട്ട് സംഭവം. ഈ കാണാണ് കവാടം. ഇതാണ് സംഭവം. എന്തൊക്കെയുണ്ടല്ലോ അല്ലേ ഭൂപടം. ഇത് ഇവിടുത്തെ ഈ സംഭവത്തിനെ കുറിച്ച് കണ്ണാണാത്ത ആൾക്കാർക്ക് റീഡ് ചെയ്യാനുള്ള സംഭവമാണിത് കൊത്തി വെച്ചിട്ടുള്ളത്. ഏത് ഭാഷയാണോ? ഇംഗ്ലീഷ് ആയിരിക്കും ചിലപ്പോ. ഈ കാണാണ് കേട്ടോ മ്യൂസിയം. നല്ല അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നല്ല ഗ്രീനറി കാര്യങ്ങൾ, വേസ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല കട്ട് ചെയ്ത് സെറ്റാക്കി വെള്ളമൊക്കെ അടിച്ച് വൃത്തിയാക്കി നല്ല പയ്യൻ ഇവിടെ വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കണം ഇവിടെ. അടിപൊളി കേട്ടോ. ഫോട്ടോ എടുക്കാൻ അടിപൊളി ഫ്രെയിം ആകുമ്പോൾ. ഇന്നലെ നമ്മളൊക്കെ പ്രസ്ഥാനം കാണാൻ പോയെന്നല്ലോ ടിപ്പുവിൻ്റെ, അതുപോലെയൊക്കെ തന്നെ ആകുമ്പോൾ ഒരു രക്ഷയില്ല. അന്യായ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. നല്ല ഫ്രെയിമുകളാണ്. ഓരോ സ്ഥലം നോക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. നല്ല ചൂടുണ്ട്. നമ്മളെ ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കാൻ പറ്റില്ലായിരുന്നു. ഫോട്ടോ കിട്ടി നല്ല എല്ലാവരുണ്ട്. ഉള്ളിൽ കേട്ടൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് എടുക്കാൻ പറ്റാഞ്ഞ പിന്നെ എടുക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ സീനായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിന് വലിയ എടുത്തില്ല. ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ അവർ ചീത്ത വിളിക്കണമുണ്ട്. റിസ്ക് എടുക്കാമെന്നില്ല. നമ്മൾ റൂള് തെറ്റിക്കണം എനിക്ക് വലിയ താല്പര്യമില്ല. സോ എനിവേ ഇതാണ് സംഭവം. അടിപൊളിയാകുമ്പം പഴയ കാലഘട്ടത്തെ ആ ഒരു ഗണ്ണ്, ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആളുടെ ഡ്രസ്സ്, ക്യാപ്പ്, ചിത്രപ്പണികള്, ഇതാണ് കൊട്ടാരം പഴയ സമ്മർ പാലസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാട്ടോ. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. ഫുള്ള് വുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചിത്രപ്പണികളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കേട്ടോ. നല്ല തണുപ്പാണ്. ഫുള്ള് വലിയ വലിയ മരങ്ങളാട്ടോ. ഉള്ളിൽ ആർട്ട് വർക്കൊക്കെ അടിപൊളിയാകുമ്പോൾ ഇതിൻ്റെ ടോപ്പൊക്കെ കയറാൻ പറ്റില്ല. ടോപ്പിലൊക്കെ ഇങ്ങനെ ചിത്രപ്പണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭീകരമാകുമ്പോൾ അന്നത്തെ ആൾക്കാരുടെ കഴിവേ അടിപൊളിയാകുമ്പോൾ അതൊക്കെ നമ്മളെ ട്രോളുണ്ട് കേട്ടോ. അന്യ ട്രോളാണ്, ഇന്ത്യ ഉണ്ടാകും. ഇതാണ് സംഭവം സമ്മർ പാലസ്. ഉണ്ടോ ഫുള്ള് കവേർഡാണ് അപ്പോൾ വെയിലടിക്കാർക്ക് വേണ്ടി. പിന്നെ എന്താ വെച്ചാൽ ഇതിനെ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് നശിക്കുകയും ചെയ്യും. കാരണം നല്ല ചൂടും വെയിലും മഴയൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർ മേലെ ഷീറ്റൊക്കെ ഇട്ട് നല്ല ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. കേട്ടോ ഏരിയ ഇതാണ്. മറ്റേ ഫ്രണ്ട് കവാടം വരുന്നത്. ഞാൻ വന്നിട്ട് ഇങ്ങോട്ട് കയറും. കണ്ടോ ഫുള്ള് പച്ചപ്പ് മരങ്ങളുണ്ടോ, മൂച്ചയുണ്ടോ, വലിയ മാവ്. ഈ മരത്തിൻ്റെ മുകളിൽ ഫുള്ള് തേനീച്ച കൂടാട്ടോ. അന്യായമാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ആർക്കൊക്കെ കടിയൊക്കെ കിട്ടിയാണ്, അത് കാരണം അങ്ങോട്ട് പോകണ്ടാറുണ്ട്. നമ്മളങ്ങനെ മാറ്റി കിട്ടിയില്ല. നല്ല സംഭവം. ഫോട്ടോ ഒക്കെ എടുത്ത് ചില്ലടിച്ചിരിക്കാൻ പറ്റിയ സ്പോട്ടാണ്. നമ്മൾ കണ്ടല കഴിഞ്ഞാണ്ട് വന്നിട്ടാണ് ഒരു ചെറിയ കടണ്ട്. അവിടെ നിന്ന് വെള്ളം നല്ല കുടിച്ച് ചില്ലായിട്ട് നേരെ ബാംഗ്ലൂർ വിടും. നെക്സ്റ്റ് ഇനി അവിടെ സ്റ്റോപ്പില്ല, നേരെ ബാംഗ്ലൂർ. എന്നിട്ട് വേണം അവിടെ എത്തിയിട്ട് നമ്മളെ ലിനുവിനെ വിളിക്കാൻ. കടം റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം പോയി നോക്കാം. പയ്യാനൊക്കെ ഇവിടെ ഇരിക്കണേ. എന്തായാലും പയ്യാനൊക്കെ പറയാല്ലേ പറയുന്നേ. സോഡ വേണ്ട. നേരെ ബാംഗ്ലൂരില്ലേ നെക്സ്റ്റ്. നമ്മുടെ മെയിൻ പ്രോ ഡ്രൈവറാണ്. മസാല സോഡ. ഇതാണ് കേട്ടോ സമ്മർ പാലസിൻ്റെ കവാടം. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ മരങ്ങളാകുമ്പോൾ ചില്ലാണാകുമ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങട്ടെ. ഞങ്ങളങ്ങനെ
ബാംഗ്ലൂർ മൈസൂർ ടു ബാംഗ്ലൂർ ഹൈവേയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അതേതാണ് NH നാഷണൽ ഹൈവേ അല്ലേ? അതാണ് മെയിൻ ഹൈവേയിൽ കയറിയിട്ടുണ്ട്. 3 ലൈനാട്ടോ ചികിത്സ പൊക്കോണ്ടൊക്കെയാണ്. അവിടെ പയ്യൻ വണ്ടി ഓടിക്കുന്നു. 2 പേട്ടോളിയന്മാരോടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഹാപ്പി. നേരെ ബാംഗ്ലൂര്. എന്റെ ഫോണിലാണ് പിന്നെ എന്താ പറയാ പാട്ടൊക്കെ എടുക്കണത്. അത് കാരണം അധികം വീഡിയോസ് എടുക്കണമെന്നാലും പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഫവാസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ടോളെത്തിട്ടോ, ടോൾ മെയിൻ ടോൾ അല്ലത്. അതെ, ഇതാണ് മെയിൻ ടോള്. എന്താ ഇതേ റോഡൊക്കെ പെട്ടെന്ന് പണിയെടുത്തടാ. ഗഡ്കരി അവിടെ നമ്മള് ടോളിന്റെ ഫാസ്റ്റ് ടാഗ് സാധനം റീചാർജ് ചെയ്തിട്ടുണ്ട്. അനീസ് ഫാസ്റ്റാഗ് നിർബന്ധമാണ്. അതെ, അത് ഒരു പേ ചെയ്യിപ്പിക്കും. വെൽക്കം ടു ടോൾ. ബാക്ക് അടിച്ചല്ലോ അമ്മച്ചി. എന്താണ് മറ്റേ ഗണ്ണുകളും മാരകായുധങ്ങളെ കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ്? അന്തകാലത്ത് കഴിഞ്ഞു. ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതലാണ്. ഒരാളുടെ കുറച്ച് നമുക്ക് കാണാമല്ലോ. നോക്കിയപ്പോ ഇങ്ങനെ മറ്റേ പായലടിച്ച് അങ്ങനെ നടക്കണ്ടായില്ലേ? നമ്മള് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കിയപ്പോ ഒരുത്തനെ കാണാമല്ലോ. രാജാവിന്റെ അടിപൊളിയാകുമ്പോ അങ്ങനെയൊക്കെ വേണം നാട്ടിലൊക്കെ. റോഡ് 2 സൈഡ് ആക്സിഡന്റിനൊക്കെ ഒരു ക്രൂസ് കൺട്രോൾ അതെവിടെ? എന്താ റോഡ്, അടിപൊളി റോഡ് കേട്ടോ. സൈഡില് ഫുള്ള് പച്ചപ്പും ഹരിതാപം. മോഡേഷ് പവറേഷ് മരത്തിൽ നിറയെ പൂക്കൾ. എന്തൊക്കെ ഉണ്ട്? മിസ്റ്റ് ഉണ്ടാവില്ല, പഴയ മറ്റേ കൈരളി വീലുണ്ടായ പ്രോഗ്രാം മനസ്സിലായില്ല. ഏടാ പഴയ മിസ്റ്ററിന്റെ പ്രോഗ്രാം ഇല്ലേ, കൈരളി വീൽ ചാനൽ ഉണ്ടായി. അതിൽ കുറെ സോങ്സ് അവിടെ വരും. അത് നല്ല രസം. ഓപ്പറേറ്റർ വന്ന് പാട്ടിടാൻ. ഓപ്പറേറ്റർ തങ്കപ്പൻ. സാറിന് എന്താ വേണ്ടേ? എന്താല്ലേ ഒരേ പൊളി. 2ാം സൈസ് പാറാളാ. മാരകം പാറ സൈസല്ലേ? നോക്ക് ഇതിന്റെ മേലെ നോക്കടാ. ഭീകരം. റോഡ് എന്തായാലും പൊളിച്ച്. ഇങ്ങനത്തെ റോഡൊക്കെ എന്താ നമ്മുടെ നാട്ടില് വരിക? കോപ്പറേറ്റ് അടിക്കാൻ നോക്കിയാൽ മതി. അടിക്കുകയാണെങ്കിൽ വോയിസ് എടുത്ത് കളയേണ്ടി വരും. ഒരു രക്ഷയിലുണ്ടോ? മാരകം അടിപൊളി സ്പോട്ട്. അപ്പൊ നമ്മളേകദേശം പിന്നെ ഒരുപാട് സഞ്ചരിച്ചിരിക്കുന്നു. എത്ര കിലോമീറ്റർ ഉണ്ട്? 55 കിലോമീറ്റർ കൂടി ഉണ്ട്. ഏകദേശം 1 മണിക്കൂർ കൂടി ട്രാവൽ ചെയ്യാണ്ട്. രക്ഷയിലുണ്ടോ? അടിപൊളി സ്ഥലങ്ങളും കാണിക്കാം. ഇത് കണ്ടോ? അത് പോയി. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ചായ കുടിക്കാൻ നിർത്തിയപ്പോ കൊറേ ലേസിന്റെ പാക്കറ്റ്. അപ്പൊ ഭയങ്കര പണ്ട് നമ്മളിങ്ങനെ വാങ്ങിക്കഴിച്ചു. 5 രൂപേന്റെ പാക്കറ്റ് ലേസ്. ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. കുർക്കുറെ മറ്റേ ജയേഷിന്റെ ഫേവറേറ്റ് ഐറ്റംസ് ആണ്. ദുബായിലിന്റെ ഹവാസേ, നമ്മള് മറ്റേ കച്ചായില്ലേ? ആദ്യം കച്ചായ ഷോർട്ട് ചായ. നമ്മളോടത് മലയാളത്തിൽ കടുംചായ. ഇവിടെ കട്ചായ്. കടിയില്ല. വേട്ടാളിരിക്കുന്നുണ്ട്. ഹൈവേ ഏതാണോ ഹൈവേ നൈസായിട്ട് കയറി ചായ ഇങ്ങനെ പിടിച്ചോണ്ട് കണ്ടതാ. ബിസ്ക്കറ്റ് ഉണ്ട്. മഷ്ക 50-50 ബിസ്ക്കറ്റ്. അടിപൊളിയാകുമ്പോ ലൈസ് വാങ്ങിയിട്ടുണ്ട്, ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ ഒരു കട്ടൻ ചായ കുടിച്ചില്ലേ അനീസ? അനീസിന്റെ ഒരു കട്ടൻ ചായ ഉണ്ട്. കാടമൻ വേണ്ട? കാടമൻ
നമ്മളങ്ങനെ ബാംഗ്ലൂരിലോട്ട് എത്തിപ്പെട്ടിട്ടാ. മേലുണ്ട മെട്രോ പാലം. ടൗൺ എത്തി. പ്രോപ്പർ ടൗൺ എത്തിയില്ലല്ലേ? സ്റ്റിൽ ആണല്ലേ? അങ്ങനല്ലേ? നമുക്കറിയില്ല. നമ്മളിഞ്ഞ് പോണ ലൊക്കേഷൻ മാൾ ഓഫ് ഏഷ്യ. നേരെ അവിടെ പോവുക. അവിടെ എത്തിയിട്ടൊന്ന് റിലാക്സ് ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും ഫുഡ് അടിക്കണം. എന്നിട്ട് അവിടെ നിന്ന് പ്ലാൻ ആക്കണം എങ്ങോട്ടൊക്കെ നെക്സ്റ്റ് എന്നല്ലേ. ഹുസൈനളപ്പ മറ്റേ ഹുമാരിട്ട പേരാണ് HP കമ്പനി. ഹുസൈനളപ്പ പേര് ഗോ ഗ്യാസ്. അതൊക്കെ ശ്രീകൃഷ്ണ നടക്കൂല വെജ് റെസ്റ്റോറന്റ് ഇതാണോ? ആണല്ലേ? മെട്രോ സ്റ്റേഷനാ. അബു തുഗ്ലക്കോ. Camera reported ahead. നമുക്ക് മറ്റേ ഇതും കൂടി കാണല്ലേ, ടെമ്പിളൊക്കെ ഉള്ള അമലെ. ആടാ ആ ടെമ്പിളൊക്കെ ഉള്ള സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞു? അടിക്ക് ഹംപിയോ? ഹംപി. അത് ഇവിടുന്ന് 6-7 മണിക്കൂറുണ്ട്. അത് ഹൈദരാബാദ് വരെ ദൂര. അതെ. അടിപൊളിയാട്ടാ. അപ്പൊ ഇവിടെ നിങ്ങൾ എങ്ങനെ കൊടൈക്കനാൽ പോകാൻ അടിപൊളിയാകുമ്പോ നോക്കണം. 450 ഇവിടെ എന്തോ മേൽപ്പാലം വർക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. Stay to the left to ശരിക്കും National Highway 7. അമ്മായി എന്താ പറയുന്നത് കേട്ടോ. ശരിക്കും ഇപ്പഴാണ് ഒരു ബാംഗ്ലൂരു ഫീൽ ആണ്. ആസ്റ്റർ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഫിനിഷ് മാളിൽ എത്തിട്ടാ. അതിന്റെ എൻട്രൻസ് അതിന്റെ ഫ്രണ്ട് കൊള്ളടാകുമ്പോ അടിപൊളിയാകുമ്പോ അല്ലേ? രസമുണ്ടല്ലേ? ആള് കാണാം. ഉള്ളിൽ കയറിയിട്ട് പറയാമോ? അങ്ങനെ നമ്മള് ഫൈനലി അവിടെ എത്തിട്ടോ. ഫിനിക്സ് മാളിലെത്തി. നമ്മളെ ഇവിടെ എത്തിട്ടോ. പാർക്കിങ്ങിലെത്തി. ബേസ്മെന്റ് 2-ലെത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നേരെ മാളിന്റെ എൻട്രൻസിൽ പോയിട്ട് മാളിൽ കയറി പോവാം. നമ്മള് ഫീനിക്സ് മാളിൽ കയറി ഇങ്ങനെ എലവേറ്റർ പിടിച്ച് ഇങ്ങനെ മേലെ പോവാ കേട്ടോ. മേലെയാണ് ഫുഡ് കോർട്ട്. അതെ അത്യാവശ്യം നല്ല സെറ്റ് ഉണ്ട്. അവിടത്തേക്ക് പോലെ അത് മാളിതമ്മ നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അവിടത്തേക്ക് മാളിന്റെ പോലെ തന്നെ ഉണ്ട്. അടിപൊളി. എലവേറ്റർ പിടിച്ച് അങ്ങനെ പോകട്ടെ. നമ്മള് ദുബായ് മാളിന്റെ ഫീൽ എന്തായാലും വരില്ല. അതില്ല. ദുബായ് മാളല്ല, അവിടുത്തെ നമ്മളെ സിറ്റി സെന്റർ ഒക്കെ അല്ലേ, അതുപോലെ. ദുബായ് മാളിലൊന്നും 7 എത്തില്ല. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോവാ. ആദ്യം സ്വപ്നം കണ്ട ബാംഗ്ലൂര് കുറച്ചൊരു സ്വപ്നത്തിന്റെ ഒരു അംശമായില്ലേ? അതെ, ചെറുതായിട്ട്. ഹോട്ടലെത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് കിട്ടിട്ടോ. എന്താണ് അത് റേറ്റ് കൂടുതലാണല്ലോ അപ്പൊ വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലേ? ഫുഡ് കിട്ടിട്ടോ. നമ്മള് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു ഗെയിമിംഗ് സെഷനിൽ ഇങ്ങനെ വന്നോട്ടോ. അപ്പൊ ഫുള്ള് ക്രൗഡാ. ഫുള്ള് വെള്ളമൊക്കെ ചെടിയിട്ട് കളിക്കണേ. ഇത് നമ്മ VR ബോക്സ് കേട്ടോ. ഇത് കാണാൻ ഡീസൽ ഹൗസ് ഇവിടെ ഉണ്ട്. ആദ്യ ബാത്റൂം പോയതാണ്. ഇവിടെ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ടോ. ഫുള്ള് നല്ല എന്താ പറയാ സസ്റ്റെയിൻ കിട്ടുന്നുണ്ട്. നല്ല സൗണ്ട് കിട്ടുന്നുണ്ട്. റിവർ കൊള്ളാട്ടോ. നല്ല ആംബിയൻസ്. മറ്റേ ഇതുണ്ട്, എന്ത് പ്ലാസ്റ്റിക് ഉണ്ട്. Use the right 3 lanes to turn left onto Ali Asgar Road, then turn right onto Infantry Road. രക്ഷയിടാനുള്ള അടിപൊളി ഏരിയ. അതെ, ഫുള്ള് മരങ്ങളും പീസ്ഫുൾ റോഡ്. അതെ, സൊമാറ്റോ അടിപൊളി ഏരിയ. അടുത്തതില്ല അടുത്തല്ല അടിപൊളി റോഡാ. അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ട് നമ്മള് ചർച്ച് സ്ട്രീറ്റ്, വാക്കിംഗ് സ്ട്രീറ്റ്, മറ്റേ ചർച്ച് സ്ട്രീറ്റിലൂടെ ഒക്കെ നടന്നുണ്ട്. വാക്കിംഗ് ഇവിടെ അങ്ങനെ വന്നിട്ടൊരു ചായക്കട കഴിട്ടതാ. ചായക്കട, ചായക്കടക്ക് ചെറിയ ഷോർട്ട് ചായ എടുത്തിട്ടുണ്ട്. ചായ പിടിക്കാം ചർച്ച് സ്ട്രീറ്റിലെ. ചർച്ച് സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങി തിരിച്ച് കൊണ്ടുക്കാണ് കമ്പനിക്കാരെ കാണാൻ വേണ്ടി. അപ്പൊ അവിടെ റൂം എടുത്ത് അവിടെ കൂടണം. റെസ്റ്റ് എടുക്കാണ്ട് തിരിച്ച് വേറെ കടയിലേക്ക് പിടിക്കണം.
പിന്നെ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതിൻ്റെ ഉള്ളിൽ കൂടി വീഡിയോ എടുക്കാൻ ചെയ്തേ പിന്നെ അങ്ങനെ വിട്ട് മറന്നു. ഇപ്പോഴാണ് വണ്ടിയിൽ കയറിയപ്പോൾ ഓർത്ത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നാളെ വരാം.